Hello, my dear students. Today we are going to read our third chapter. മൂന്നാമത്തെ ചാപ്റ്ററായ ക്രൗ ബോയ്. ക്രൗ എന്ന് പറഞ്ഞാൽ കാക്ക, ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. ഇൻട്രഡക്ഷൻ നോക്കൂ. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹു ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻസ് ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. ഈ ഒരു സ്റ്റോറി ആരെക്കുറിച്ചുള്ളതാണ്? ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ്. നാണവും നല്ല നാണമുള്ള ശാന്ത സ്വഭാവമുള്ള ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ആ കുട്ടിയെ എല്ലാവരും വിളിച്ചിരുന്നത് ക്രൗ ബോയ്, കാക്കക്കുട്ടി എന്നായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്നുള്ളത് ഈ സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാകും. സോ ലെറ്റ്സ് റീഡ് ദി സ്റ്റോറി. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലെ ഒന്നാമത്തെ ദിവസം തന്നെ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. ഒരു ആൺകുട്ടി മിസ്സിംഗ് ആണ്. All other students were present in the classroom, but one student was missing. Right? ഒരു കുട്ടിയെ കാണാനില്ല. അവന് he had hidden himself in a cellar in the school house. Hidden എന്ന് പറഞ്ഞാൽ hid and hidden. അവൻ ഹൈഡ് ചെയ്തു. എവിടെയാണ് അവൻ ഒളിഞ്ഞു നിന്നത്? ഇൻ എ സെല്ലാർ ഇൻ ദ സ്കൂൾ ഹൗസ്. സ്കൂളിൻ്റെ ബേസ്മെൻറ്റിലുള്ള ഒരു സെല്ലാറിൽ, ഒരു താഴത്തെ ആരും കാണാതെ താഴത്തെ സ്ഥലത്ത് അവൻ ഹൈഡ് ചെയ്തു. നൺ ഓഫ് us ന്യൂ ഹിം. ഞങ്ങൾക്ക് ആർക്കും അവനെ അറിയില്ലായിരുന്നു. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. അവൻ്റെ കളർ എന്താണ്? ഡാർക്കാണ്. അതുപോലെ ചെറിയൊരു കുട്ടിയാണ്, സ്മോൾ. ഹി വാസ് എ ഷോർട്ട് ബോയ്. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സ്റ്റുഡൻസ്. ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളിൽ നിന്നും അവനൊരു ഡിഫറെൻ്റ് ആയിരുന്നു, വ്യത്യസ്തനായിരുന്നു. ഹി ലിവ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. അവൻ എവിടെയായിരുന്നു അവൻ താമസിച്ചിരുന്നത്? മലയുടെ അപ്പുറത്തായിരുന്നു. മല കയറി മലയുടെ അപ്പുറത്തായിരുന്നു. മറ്റുള്ള എല്ലാ കുട്ടികളും എവിടെയായിരുന്നു? ഈ സൈഡിലായിരുന്നു. പക്ഷെ അവൻ്റെ വീട് മലയുടെ അപ്പുറത്തായിരുന്നു, മൗണ്ടൈൻ്റെ അപ്പുറത്തായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക് നെയ്മഡ് ചിബി, വിച്ച് മെൻറ്റ് ടൈനി ബോയ്. അവൻ്റെ സൈസ് കാരണം ഹി വാസ് എ ഷോർട്ട് ബോയ്. സോ അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ഇൻ ഹിസ് ക്ലാസ് കോൾഡ് ഹിം ചിബി. വാട്ട്സ് ദ മീനിങ് ഓഫ് ചിബി? ചിബി എന്ന് പറഞ്ഞാൽ ടൈനി ബോയ്, ചെറിയ കുട്ടി എന്നായിരുന്നു അവനെ കളിയാക്കി വിളിച്ചിരുന്നത്. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചേഴ്സ് ടു ലേൺ എനിത്തിങ്. ഈ കുട്ടിക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര പേടിയായിരുന്നു. ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് ആൾസോ ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അവരുമായിട്ട് സംസാരിക്കാനും കളിക്കാനൊക്കെ അവനക്ക് പേടിയായിരുന്നു. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത്, സ്റ്റഡി ടൈമിലും പ്ലേ ടൈം, കളിക്കുന്ന സമയത്തും ഹി വാസ് ലെഫ്റ്റ് അലോൺ. അവൻ ഒറ്റക്കായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഹി വാസ് എഫ്രൈഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതേഴ്സ്. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ്. എപ്പോഴും ക്ലാസ്സിൻ്റെ പിന്നിലാണ് ഇരിക്കുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ, വരി, അസംബ്ലിക്കൊക്കെ വരി നിൽക്കുകയാണെങ്കിൽ എവിടെയാണ് അവൻ നിന്നിരുന്നത്? ഹി സ്റ്റുഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ലൈൻ because he was afraid of teachers and students. എങ്കിലും ബട്ട് ചിബി ഫോണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. പക്ഷേ ടൈം പാസ് ചെയ്യാൻ ചില വഴികളൊക്കെ അവൻ കണ്ടെത്തിയിരുന്നു. ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. കുറേ സമയം ഡെസ്കിൻ്റെ മുകളിലേക്ക് നോക്കി നിൽക്കും. സംടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ അവേഴ്സ്. ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക. ഫ്ലോറിൽ കിടന്നിട്ട് മുകളിലെ സീലിങ്ങിലേക്ക്, ഗേസ് എന്ന് പറഞ്ഞാൽ നോക്കുക, സീലിംഗ് ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് സമയം അവൻ കിടക്കും. ദർ വെർ മെനി തിങ്സ് ടു ഇൻട്രസ്റ്റ് ഹിം. അവൻ ഇൻട്രസ്റ്റ് ആക്കുന്നതിന് വേറെയും കാര്യങ്ങളുണ്ട്, നോക്കാം. ദ ഡിസൈൻ ഓൺ ദ ഷർട്ട് ഓഫ് എ ബോയ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടികളുടെ ഷർട്ടിലെ ഡിസൈൻ നോക്കി നിൽക്കും. ഓർ വാട്ട് ഹി കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോ. വിൻഡോയിലൂടെ പുറത്തേക്ക്, ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്തും വിൻഡോയുടെ പുറത്ത് നോക്കിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നോക്കി നിൽക്കും. ഇൻ ദി പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. നമ്മളൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ എന്താ ചെയ്യുക? വെൻ വി ആർ അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് വി പ്ലേ വിത്ത് അവർ ഫ്രണ്ട്സ്, റൈറ്റ്? ബട്ട് ചിബി എന്ത് ചെയ്യും? ചിബി ഹി ഡസ് നോട്ട് പ്ലേ, റൈറ്റ്? ഹി ഡസ് നോട്ട് പ്ലേ ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. ഹി ജസ്റ്റ് ക്ലോസസ് ഹിസ് ഐസ്. കണ്ണ് പൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. തൊട്ടടുത്തും ദൂരെയുമുള്ള സൗണ്ടുകൾ കേൾക്കും. ഹി ക്ലോസസ് ഹിസ് ഐസ്. കാരണം എന്താണ്? ഹി വാസ് എഫ്രൈഡ് ഓഫ് അതർ ചിൽഡ്രൻ. സോ ഹി ക്ലോസസ് ഹിസ് ഐസ് ആൻഡ് ഹി കുഡ് ഹോൾഡ്
and watch insect and grubs that most of us would not touch or even look at. അവൻ ഇൻസെക്റ്റിനെ പിടിക്കും, അതുപോലെ ഗ്രബ്സ് ചെറിയ പുഴുക്കളൊക്കെ കയ്യിൽ പിടിക്കും കേട്ടോ. മറ്റുള്ള കുട്ടികൾക്കൊക്കെ അത് നോക്കാൻ പോലും ഇഷ്ടമില്ല, ഇൻസെക്റ്റുകളെയും അതുപോലെ പുഴുക്കളെയും. എവരി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്, ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്. എല്ലാവരും അവനെ വിളിച്ചത് സ്ലോ പോക്ക്. സ്ലോ പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മന്ദഗതിക്കാരൻ, വളരെ സ്ലോയിൽ നടക്കുന്ന, സ്ലോ ആയിട്ടുള്ള ആൾ. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്, ചിബി കെയിം ട്രെഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. സ്ലോ പോക്ക് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ദിവസവും ചിബി ട്രെഡ്ജിങ് ടു സ്കൂൾ. ട്രെഡ്ജ് എന്ന് പറഞ്ഞാൽ മെല്ലെ ഇങ്ങനെ നടന്നു വരും, ഇഷ്ടമില്ലെങ്കിലും എല്ലാ ദിവസവും സ്കൂളിൽ ഹി വാസ് പ്രസൻറ്റ് എവറി ഡേ, റൈറ്റ്. ഹി ഓൾവേസ് ബ്രോഡ് ദ സെയിം ലഞ്ച്. എല്ലാ ദിവസവും സെയിം ഭക്ഷണമാണ് കൊണ്ടുവരിക. എന്താണ് ഭക്ഷണം നോക്കാം. എ ബോൾ ഓഫ് റൈസ്, അരി അല്ലേ, നമ്മൾ ചോറിൻ്റെ ഒരു ബോൾ, ഒരു ചെറിയൊരു ബോൾ, റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്, ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട്, റാഡിഷിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരും. ഹി വാസ് എ പൂർ ബോയ്, ഹി ഹാഡ് നോ ടിഫിൻ ബോക്സ്, നോ ഫുഡ്, റൈറ്റ്. ഹി വാസ് എ പൂർ ബോയ്. സോ എന്താണ് കൊണ്ടുവരുന്നിരുന്നത്. ഹി ബ്രോട്ട് എ ബോൾ റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. ഒരു റാഡിഷ് ലീഫിൽ പൊതിഞ്ഞിട്ട് എന്ത് കൊണ്ടുവരും, ചോറ് കൊണ്ടുവരും. ഈവൻ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോംഡ് ഹി സ്റ്റിൽ കെയിം ട്രെഡ്ജിങ് അലോങ്. മഴയാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും അവൻ ട്രെഡ്ജ് ചെയ്ത് മെല്ലെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തും. ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻകോട്ട് മെയ്ഡ് ഫ്രം എ സീബ്ര ഗ്രാസ്. അപ്പോൾ അവനക്ക് റെയിൻകോട്ടൊന്നുമില്ല, അപ്പോൾ സീബ്ര ഗ്രാസ് ആ ലീഫ് കൊണ്ട് അവൻ പൊതിഞ്ഞിട്ട് നനയാതിരിക്കാൻ ആ ഇല പൊതിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്. 5 years went by. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ആൻഡ് വി വെർ ഇൻ ദ 6th grade. 6ാം ക്ലാസ്സിലെത്തി, എല്ലാവരും 6th ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിൽ അവസാനത്തെ ക്ലാസ്സാണ്. 6ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി വേറെ സ്കൂളിലേക്ക് പോകണം. അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഇസോബെ വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. അങ്ങനെ 6th ക്ലാസ്സിലേക്ക് അവർക്ക് ഒരു പുതിയ ടീച്ചർ വന്നു. ടീച്ചറുടെ പേരെന്താണ്? ഇസോബെ, ISOBE. വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല പുഞ്ചിരിക്കുന്നൊരു സാറായിരുന്നു. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോബെ ഹു ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. മിസ്റ്റർ ഇസോബെയാണ്. അതുവരെ ഞങ്ങൾ ചിബിയെ കളിയാക്കുകയായിരുന്നു. വി മേഡ് ഫൺ ഓഫ് ഹിം, റൈറ്റ്. അതിനുശേഷം ഈ ഇസോബെ ടീച്ചർ വന്നതിന് ശേഷം ചിബിയെ ഞങ്ങൾ കണ്ടിരുന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അപ്രോച്ചിന് ഒരു മാറ്റം വന്നു. എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വായിക്കാം. മിസ്റ്റർ ഇസോബെ ഓഫൺ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ ക്ലാസ്. ഇസോബെ കുട്ടികളെ ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് എങ്ങോട്ട് കൊണ്ടുപോകും? ഈ മലമുകളിലേക്ക് കൊണ്ടുപോകും ക്ലാസ് എടുക്കുന്നതിന്. ഈ മലമുകളിൽ ഇതിൻ്റെ അപ്പുറത്താണ് ആരുടെ വീട്? ചിബിയുടെ വീട്. ആ ഹിൽ ടോപ്പിലേക്ക് കൊണ്ടുപോകും. ഹി വാസ് പ്ലീസ്ഡ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ ഓൾ ദ പ്ലേസസ് വേർ ദ വൈൽഡ് ഗ്രേപ്സ് ആൻഡ് വൈൽഡ് പൊട്ടാറ്റോസ് ഗ്രൂ. ഈ ഇസോബെ ടീച്ചറിനെ എന്തായി? ഹി വാസ് പ്ലീസ്ഡ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ ഓൾ ദ പ്ലേസസ് വേർ ദ വൈൽഡ് ഗ്രേപ്സ് ആൻഡ് വൈൽഡ് പൊട്ടാറ്റോസ് ഗ്രൂ. ഈ കാട്ടിൽ, ഈ മലമുകളിൽ വൈൽഡ് പൊട്ടാറ്റോസും വൈൽഡ് ഗ്രേപ്പൊക്കെ എവിടെയാണ് ഗ്രോ ചെയ്യുന്നതെന്ന് ചിബിക്ക് നന്നായിട്ട് അറിയാം. അതിൽ വളരെ സന്തോഷമായി ആർക്ക്? ഇസോബയ്ക്ക്. ചിബിക്ക് ഇത് അറിയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഹിസ് ഹോം ഈസ് അറ്റ് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. എല്ലാ ദിവസവും ഈ മലയുടെ ഒരു സൈഡിൽ നിന്ന് മല കയറിയിട്ടാണ് ഇവൻ സ്കൂളിലേക്ക് വരുന്നത്. സോ ഹി നോസ് എവറിത്തിങ് അറൗണ്ട് ദർ, റൈറ്റ്. ഹി വാസ് amazed to find how much ചിബി knew about all the flowers in our class garden. അതുപോലെ തന്നെ ഇവരുടെ സ്കൂളിലെ ക്ലാസ് ഗാർഡനിലെ എല്ലാ ഫ്ലവേഴ്സിനെ കുറിച്ചും ചിബിക്ക് അറിയാം. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇസോബെ ടീച്ചറിന് നല്ല സന്തോഷമായി. ഹി ലൈക്ക്ഡ് ചിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ടാക്ക്ഡ് ദം അപ്പോൺ ദ വാൾ ഫോർ എവരി വൺ ടു സീ. അതുമാത്രമല്ല, ചിബി വരക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ്, ചിത്രങ്ങളൊക്കെ ഈ ടീച്ചറിന് ഇഷ്ടപ്പെട്ടു. ഇസോബെ ടീച്ചറിന് ഇഷ്ടപ്പെടുകയും അതൊക്കെ ക്ലാസ് റൂമിലെ ചുമരിൽ ആണിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ടാക്ക് ചെയ്യും, അവിടെയൊക്കെ ഹാങ് ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ഇസോബെ ടീച്ചർ ഇവനെ എൻകറേജ് ചെയ്യുകയാണ്. ആക്ച്വലി ഹീ ഈസ് ട്രെയിൻ ടു എൻകറേജ് മിസ്റ്റർ ചിബി. അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആർക്കും പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ കൂടുതൽ എൻകറേജ്മെൻറ്റും അപ്രീസിയേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും, റൈറ്റ്. നെക്സ്റ്റ് നോക്കൂ. ഹി ആൾസോ ഹാഡ് നോ കംപ്ലൈൻറ്റ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ മറ്റുള്ള ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇസോബെ ടീച്ചറിന് ഒരു പരാതിയുമില്ലായിരുന്നു. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. ചിബി എഴുതുന്നത് ചിബിക്ക് മാത്രമേ വായിക്കാൻ പറ്റുകയുള്ളൂ. നോ വൺ ഇൻ ദി ക്ലാസ് റൂം കുഡ് റീഡ് ഇറ്റ്. വായിക്കാൻ പറ്റിയിട്ടില്ല.
എങ്കിലും ഇസോബെ ടീച്ചർ കളിയാക്കിയിട്ടില്ല, അവനെ ചീത്ത പറഞ്ഞിട്ടില്ല. മിസ്റ്റർ ഇസോബെ ടാക്ക്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വാൾ. അതുമാത്രമല്ല, ചിബി എഴുതിയ ചില കാര്യങ്ങൾ ഇസോബെ സാർ എന്ത് ചെയ്തു, ചുവരുമലൊക്കെ ഒന്ന് ഹാങ് ചെയ്തു, അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ആൻഡ് ഹി ഓഫൺ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് അറൗണ്ട്. ചുറ്റും ആരുമില്ലാത്ത സമയത്ത് ഇസോബെ സാറ് പോയിട്ട്, ടീച്ചർ പോയിട്ട് ഇവനോട് സംസാരിക്കും. റൈറ്റ്. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. Who is that? ഈ സ്കൂളിൽ, ഇവരുടെ സ്കൂളിൽ ടാലൻറ്റ് ഷോ നടക്കും എല്ലാ വർഷവും. റൈറ്റ്. നല്ല കഴിവുള്ള കുട്ടികൾ അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കും. റൈറ്റ്. സോ ടാലൻറ്റ് ഷോയിൽ സ്റ്റേജിൽ, ഓൺ ദ സ്റ്റേജ് ഇവർ ആരെ കണ്ടു? ചിബിയെ കണ്ടപ്പോൾ എല്ലാവരും, നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്, ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഹൂ ഇസ് ദാറ്റ്? ആരാണത്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദർ? അപ്പോൾ മറ്റുള്ള കുട്ടികൾ പറയുകയാണ്, ആ സ്റ്റുപ്പിഡ്, ആ ഒരു വിഡ്ഢിക്ക്, എല്ലാവരും ഇവനെ കളിയാക്കുന്നതാണല്ലോ, അവനക്ക് എന്താണ് സ്റ്റേജിൽ മേൽ ചെയ്യാൻ പറ്റുക? ബട്ട് ദേ വെർ അസ്റ്റൗണ്ടഡ് വെൻ മിസ്റ്റർ ഇസോബെ അനൗൺസ്ഡ് ദാറ്റ് ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രൗസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ക്രൗ ബോയ്. എങ്ങനെയാണ് ഇവൻ്റെ പേര് ക്രൗ ബോയ് ആയത് എന്നുള്ളത് നമ്മൾ വായിക്കാൻ പോകുന്നു കേട്ടോ. ഇസോബെ സാർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, എന്ത്? ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രൗസ്. കാക്കകളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നു. റൈറ്റ്. ക്രൈസ് ഓഫ് ക്രൗസ്. ദേ ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചിബി അസെൻഡഡ് ദ സ്റ്റേജ്. അസെൻഡ് എന്ന് പറഞ്ഞാൽ കയറി. ചിബി സ്റ്റേജിന്മേൽ കയറി. ഫസ്റ്റ്, ആദ്യം ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രൗസ്. ജസ്റ്റ് വിരിഞ്ഞ കാക്കക്കുഞ്ഞുങ്ങളുടെ ശബ്ദം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു. കാരണം ഇവൻ്റെ വീട്ടിൽ, ഇവൻ കാട്ടിൽ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. റൈറ്റ്. ഇവൻ്റെ വീട് എവിടെയാണ്? ഒറ്റപ്പെട്ട ഒരു വീടാണ്. അവിടെ ഒരുപാട് കാക്കകളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹി നോസ് വെരി വെൽ ദ സൗണ്ട്സ് ഓഫ് ക്രൗസ്. നോക്കൂ. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രൗ ആൻഡ് ഫാദർ ക്രൗ. മദർ ക്രൗ, റൈറ്റ്, ആൻഡ് ഫാദർ ക്രൗ. He then went on to show how crows cried early in the morning. രാവിലെ എങ്ങനെയാണ് കാക്കകൾ കരയുന്ന ശബ്ദം, ഏറ്റവും രാവിലെ ഒരു പ്രത്യേക ശബ്ദമല്ലേ, ആ ശബ്ദവും ഇമിറ്റേറ്റ് ചെയ്തു. He also imitated the cries of crows which were happy or sad. കാക്കകൾക്ക് സന്തോഷമുണ്ടാകുമ്പോഴുള്ള കരച്ചിൽ, സങ്കടം. ഒരു കാക്കക്കൂട്ടത്തിൽ ഒരു കാക്കക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ സങ്കടത്തിൻ്റെ കരച്ചിലുണ്ട്. അപ്പോൾ സന്തോഷത്തിൻ്റെ കരച്ചിലും സങ്കടത്തിൻ്റെ കരച്ചിലൊക്കെ അവൻ കരഞ്ഞു. എവരിബഡീസ് മൈൻഡ് വാസ് ടേക്കൺ ടു ദി ഫാർ മൗണ്ടൻ സൈഡ് ഫ്രം വിച്ച് ചിബി കെയിം ടു ദി സ്കൂൾ. അപ്പോൾ ഇവൻ്റെ ഈ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ക്ലാസ് റൂമിലുള്ള എല്ലാവരും കുറേ ദൂരെ നിന്ന് വരുന്ന, ആ മൗണ്ടൻ സൈഡിൻ്റെ അപ്പുറത്തു നിന്ന് വരുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ച് കുട്ടികൾ ഓർത്തു. അവൻ്റെ വീടിനെക്കുറിച്ചും അവൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചൊക്കെ കുട്ടികൾ ഓർത്തു. Now they could imagine exactly the far and lonely place where Chibi lived with his family. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി എന്ത്, ചിബി എവിടെയാണ് താമസിച്ചത്? ഫാർ ആൻഡ് ലോൺലി പ്ലേസ്, കുറേ ദൂരെ, ലോൺലി, ഒറ്റപ്പെട്ട, ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. അവിടെ ചിബിയും ഫാമിലിയും താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലായി. അവിടെ ചിബിയുടെ കൂടെ ഉള്ളത് ഈ കാക്കകളും മറ്റുള്ള ബേർഡ്സൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ കാക്കകളുടെയൊക്കെ ശബ്ദം അവനക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയത്. Then Mr. Isobe explained how Chibi had learned those calls. അതിനുശേഷം ഇസോബെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ് ചിബി ഇതെല്ലാം പഠിച്ചത്, അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ലീവിങ് ഹിസ് ഹോം ഫോർ സ്കൂൾ അറ്റ് ഡോൺ, ഡോൺ എന്ന് പറഞ്ഞാൽ രാവിലെ, ആൻഡ് റിട്ടേണിങ് അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ 6 long years. ഈ കാര്യങ്ങളൊക്കെ 6 വർഷമായിട്ട് രാവിലെ അത്രയും ദൂരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും തിരിച്ചങ്ങോട്ട് പോകുന്നതും, ഈ കാര്യങ്ങളൊക്കെ ഇസോബെ മൈക്കിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ടപ്പോൾ എവരി വൺ ഓഫ് അസ് ക്രൈഡ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കരഞ്ഞു. തിങ്കിങ് ഹൗ മച്ച് വി ഹാഡ് ബീൻ റോങ് ടു ചിബി ഓൾ ദോസ് ലോങ് ഇയേഴ്സ്. ഈ ഒരു 6 വർഷം, ഓൾ ദോസ് ലോങ് ഇയേഴ്സ്, ഈ ഇത്രയും വർഷം അല്ലേ, ഹൗ മച്ച് വി ഹാഡ് ബീൻ റോങ്, ഇത്ര റോങ് ആയിട്ടാണ് ഞങ്ങൾ പെരുമാറിയത്. ഈവൻ ഗ്രോൺ അപ്സ് വൈപ്ഡ് ദെയർ ഐസ്. ഈ ടാലൻറ്റ് ഷോ കാണാൻ വന്ന ഗ്രോൺ അപ്സ്, മുതിർന്ന ആളുകൾ പോലും അവരുടെ കണ്ണുകൾ തുടച്ചു ഈ ചിബിയുടെ കഥ കേട്ടപ്പോൾ. യെസ്, ഹീ ഈസ് വണ്ടർഫുൾ. അവൻ ഒരു വണ്ടർഫുൾ ബോയാണ്. ചിബി വാസ് ദ ഓൺലി വൺ ഇൻ അവർ ക്ലാസ് ഓണേർഡ് ഫോർ പെർഫെക്റ്റ് അറ്റൻഡൻസ് ത്രൂ ഓൾ ദ 6 years. ഈ ഒരു 6 വർഷം
പെർഫെക്റ്റ് അറ്റൻഡൻസ്, എല്ലാ ദിവസവും വന്ന ഒരു ആബ്സെൻറ്റും ഇല്ലാതെ മുഴുവൻ അറ്റൻഡൻസുമുള്ള ഒരേ ഒരു കുട്ടി ആരായിരുന്നു? ചിബി ആയിരുന്നു. ഓക്കെ. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. അപ്പോൾ ഈ സ്റ്റോറി കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ചിബി ഇവരുടെ വില്ലേജിലേക്ക്, ആ മൗണ്ടൈൻ സൈഡിൽ നിന്ന് ഇടയ്ക്കൊക്കെ വില്ലേജിലേക്ക് വരാറുണ്ട്. എന്തിനാണ്? ചാർക്കോൾ വിൽക്കുന്നതിന്. ബട്ട് നോ ബഡി കോൾഡ് ഹിം ചിബി എനിമോർ. പക്ഷേ ചിബിയെ കുട്ടികളൊന്നും ഇപ്പോൾ ചിബി എന്നല്ല വിളിക്കുന്നത്. എന്താണ്? വി ഓൾ കോൾഡ് ഹിം ക്രൗ ബോയ്. ഹൈ ക്രൗ ബോയ്. വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രൗ ആസ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടൈൻ റോഡ്. റൈറ്റ്. അപ്പോൾ ആ മൗണ്ടൈൻ റോഡിലൂടെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ എന്ത് ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്തത്? ഹാപ്പി ക്രൗ. സോ ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഏത് ഒരാളെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവനക്ക് എത്ര സാഡാണെങ്കിലും അവനിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു.